ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ബ്രെഡിനെ കൊണ്ടൊരു സ്നാക്സ് ആക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 2, 4, 6, 8 ബ്രെഡാണ് ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും കൊടുക്കാം. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി ഇതെല്ലാം കൂടി മുറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ടെടുത്ത് വരാം. പിന്നെ കുറച്ച് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അരിപ്പൊടി കണ്ടല്ലോ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാനിതാക്കുന്നത്. അപ്പം ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാനിതാ ബ്രെഡ് ഇവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുത്തു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ മുറിച്ചിട്ട് വെച്ച മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, സവാള ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടി പോരെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം. അത് വയ്യ നോക്കിയിട്ട് ചെയ്താൽ മതി. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം ഉണ്ടോ നോക്കണം. ഉപ്പ് കുറച്ച് കുറവാണ് ഗൈസ്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് കൊടുക്കും. ഉപ്പ് കുറച്ച് കുറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ഈ മുട്ട ഇതിലേക്ക് ഉടച്ച് വയ്ക്കുന്നുണ്ട്. മുട്ട ഉടക്കട്ടെ. മുട്ട ഉടച്ചു. ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് കുഴച്ച് നോക്കിയിട്ട് പോരെങ്കിൽ ഒരു മുട്ടയും കൂടിയുണ്ട്. അതും കൂടി നമുക്ക് എടുത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. ജാസ്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒറ്റയൊരു മുട്ടയും എടുത്തിട്ടുള്ളൂ. കുഴക്കാൻ ആവശ്യത്തിന് ചിലപ്പോൾ ഒരു മുട്ടയും കൂടി എടുക്കേണ്ടി വരും. ഒന്നും കൂടി എടുത്താലേ ഇത് കുഴയും. ഒരു മുട്ട മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ പോരാ, ലേശം കൂടി വേണം. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടിയുള്ളത് ഉടച്ചിയിലേക്ക് ഒഴിക്കട്ടെ ഗൈസ്. രണ്ട് മുട്ട വേണ്ടി വരും അറിയാം. എന്നാലും അഥവാ ജാസ്തി ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാതെ ഇരുന്നതാണ്. 2 മുട്ട ഞാൻ ഇതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. 2 മുട്ടയാണ് എൻ്റെ കണക്ക്. എന്നാൽ മാത്രമേ അത് കുഴഞ്ഞ് കിട്ടൂ.
എല്ലാം റെഡിയായി. മൊത്തത്തിൽ 2 മുട്ട നല്ല ശരിക്കും ഞാൻ ഉടച്ചൊഴിച്ചു. അപ്പോൾ ഇനി എല്ലാം കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യും. ഇനി ഒന്നും നോക്കണ്ട, നല്ല അടിപൊളിയായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. സൂപ്പറായിട്ട് കിട്ടും. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ കണക്ക്. നല്ല കണ്ടീഷനായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് മീനെ പരത്തി നമുക്ക് വെക്കണം. എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. പരത്താൻ വേണ്ടിയിട്ട് കൈക്ക് കുറച്ച് എണ്ണ തടവുന്നുണ്ട്. ഇത് ഞാൻ ഒന്ന് കൈക്കൊന്ന് എണ്ണയാക്കി എന്നിട്ടാണ്. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് ഊറ്റിക്കോളും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇനി ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പ്ലേറ്റ് ഇട്ടു. എണ്ണ കളയണം, എന്നിട്ട് വേണം ഉരുട്ടിയെടുക്കാം. കുഞ്ഞു ഉരുളകളാക്കുക നമുക്ക്. ഇങ്ങനെയുള്ള ഓരോ ഉരുളകളാക്കുക. എന്നിട്ട് കൈയിൻ്റെ അടിയിൽ ഒന്ന് തടവുക. കണ്ടല്ലോ, ഇതാ ഇങ്ങനെയാണ് ഗൈസ് ആക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മളെ സ്നാക്സ്. കണ്ട, ഇതേപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ. ഇതാ ഇതേപോലെ നമുക്കെല്ലാം റെഡിയാക്കി വെക്കാം. നല്ല കണ്ടീഷനായിട്ട് ഉരുട്ടിയെടുത്ത് എന്നിട്ട് നമുക്കിത് എണ്ണയിൽ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുത്തിട്ട് കൊടുക്കും. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിരിക്കും. നല്ല വേറെയൊന്നുമില്ല, ഒരു ലേശം അരിപ്പൊടിയെല്ലാം ചേർത്തിട്ട് കണ്ടില്ലേ നിങ്ങൾ, ഞാൻ കാണിച്ചു തന്നത് അത്രയും മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി ഞാൻ എല്ലാം പരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം പരത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഇത്രയാണ് ഞാൻ ആ എടുത്തതിന് കിട്ടിയത്. 2, 4, 6, 8, 10, 11 അപ്പോൾ നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് ഇത് നല്ല വറുത്ത് കോരിയിട്ട് നമുക്ക് എടുക്കണം. അപ്പം അതിനുള്ള പരിപാടി നോക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് ചൂടായിട്ടാകുമ്പോൾ ഓരോന്നോരോന്ന് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. എണ്ണ ചൂടാകട്ടെ.
അവിടെ തന്നെ വെക്കാം അല്ലേ? ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് എടുത്തിടാലോ. നല്ലോണം എണ്ണ കായണം, എന്നിട്ട് ഇട്ടിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഗൈസ്, നമുക്കൊന്ന് ഇട്ട് നോക്കാം. നാലെണ്ണം ഇടുന്നുണ്ട് ഗൈസ്, ഞാൻ 4 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറ്റേ ഭാഗം ഇടാം. അങ്ങനെ ആവട്ടെ. പെട്ടെന്ന് തിരക്കാക്കി വാങ്ങാൻ നിൽക്കണ്ട, സാവധാനം. തീ കുറച്ചൊന്ന് കുറച്ച് വെക്കുന്നുണ്ട് ഞാൻ, അധികം തീ കൂട്ടി വെക്കുന്നില്ല. സാവധാനം ആവട്ടെ. അങ്ങനെ ആവട്ടെ ഗൈസ്. ആയി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. നല്ല കണ്ടീഷനായിട്ട് ആവട്ടെ. ഓരോ ഭാഗമായി കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം മറിച്ചിടാം. നല്ലൊരു സ്നാക്സാണിത്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. വേറെ നീ ഇങ്ങനെ ഓടിയിട്ട് ഗൈസ്. ഓരോ ഭാഗമായിട്ട് മറിച്ചിട്ട് കൊടുത്തേക്ക്. ഇത് ശരിക്കും വെന്തിട്ടാകുമ്പേ നമുക്ക് വാങ്ങാൻ പറ്റും, ഇല്ലെങ്കിൽ ഉള്ളു വേവാത്ത പോലെയായി പോകില്ലേ. നല്ല അടിപൊളിയായി ആയതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വാങ്ങാം. നല്ല മുരുകനാന്നുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ്. ആ പച്ചമുളകിൻ്റെയും സവാളേൻ്റെയും മല്ലിച്ചപ്പ് ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ടുള്ള ഇതാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഇതൊന്നും ഉണ്ടാക്കിയതാണ്. ഇപ്പം അധികം കുട്ടികൾക്ക് മധുരം ഇഷ്ടമല്ലല്ലോ, അപ്പം ഇങ്ങനെയുള്ള എരിവിലുള്ള സാധനങ്ങളായിരിക്കും ഇഷ്ടം. മധുരം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മധുരം വലിയ ഇതായിട്ട് കാണുന്നില്ല. എല്ലാവർക്കും എരിവ് ചെറിയൊരു സ്പൈസി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ട്
ഇങ്ങനെയുള്ളതെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിച്ചു. അപ്പോൾ ഏകദേശമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം ഇട്ട ഇത്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങാം. ഇത് വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഇതേപോലെ തന്നെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാലെണ്ണം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ചെറിയ തീയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനെല്ലാം ചുട്ടതിൻ്റെ ശേഷം കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ഗ്യാസ് ഓഫാക്കി. എൻ്റെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ബ്രെഡിനെ കൊണ്ട് വൈകുന്നേരത്തെ ഒരു സ്നാക്സ് കണ്ടല്ലോ. ഇതാണ് ഇന്നത്തെ എൻ്റെ പാചകം. ഇതാ ഇത്രയാണ് ഞാൻ അതിനെ കൊണ്ട് ആക്കിയെടുത്തത്. കണ്ടല്ലോ, നല്ല അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു. ബൈ.